എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ മറ്റൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നാളെ വെള്ളിയാഴ്ച ഏകാദശിയാണ്. ഈ വരുന്ന ഏകാദശി തീർച്ചയായിട്ടും എല്ലാവരും എടുക്കാൻ സാധിക്കുന്ന എല്ലാവരും ഈ ഏകാദശി വ്രതം എടുക്കുക. വളരെ വിശേഷപ്പെട്ട ഏകാദശിയാണ്, നിർജ്ജല ഏകാദശിയാണ്. പഴയ കാലത്തേക്ക് ആൾക്കാർ വെള്ളം കുടിക്കാതെ ജലപാനമില്ലാണ്ട് ഏകാദശി നോറ്റിരുന്നു. ഇന്ന് നമുക്കൊന്നും പല കാരണങ്ങളെ കൊണ്ട് ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകളുണ്ടാവും, അല്ലെങ്കിൽ മറ്റു പല പ്രശ്നങ്ങളുണ്ടാവും. ജോലിക്ക് പോകേണ്ട ആൾക്കാരായിരിക്കാം, പല ജോലികളിൽ വ്യാപൃതരായിട്ടുള്ള ആൾക്കാരായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചിലപ്പോൾ നമ്മളെക്കൊണ്ട് പറ്റിയെന്ന് വരില്ല. എങ്കിൽ പോലും നമുക്ക് ഏകാദശി വ്രതം എടുക്കാം. അരിയാഹാരമൊക്കെ ഒഴിവാക്കി സാധാരണ ഏകാദശി വ്രതം എടുക്കുന്ന പോലെ നമുക്ക് ഏകാദശി വ്രതം എടുക്കാം. നമ്മൾ ഏറ്റവും കുറഞ്ഞ ആഹാരമൊക്കെ കഴിച്ച് ധാരാളം വാരി വലിച്ച് കഴിക്കാതിരിക്കുക. നമ്മൾ ഏകാദശി ദിവസം സാധാരണ ഭക്ഷണം അല്ലല്ലോ കഴിക്കുക, അതുകൊണ്ട് കുറച്ച് കൂടുതൽ കഴിക്കാമെന്ന് വിചാരിക്കാണ്ട് ആവശ്യത്തിന് മാത്രം ഭക്ഷണം കഴിച്ച് നമുക്ക് ആവശ്യമുള്ളത് മാത്രം കഴിക്കുക. കൂടുതൽ സമയവും നാമജപത്തിനായിട്ട് മാറ്റി വയ്ക്കുക. ഭഗവാന്റെ നാമങ്ങൾ നമുക്കറിയാവുന്ന ഏത് നാമവും ഏത് സമയവും ജപിച്ച് മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടേ ഇരിക്കുക. ഭഗവാന്റെ രൂപം നമ്മൾ കണ്ടുകൊണ്ടേ ഇരിക്കുക. ഇത്രയൊക്കെ ചെയ്താൽ തന്നെ നമുക്ക് ധാരാളം അതിൻ്റെ ആ പുണ്യം കിട്ടും. കാരണം എല്ലാവർക്കും ഇപ്പോൾ അമ്പലത്തിൽ പോയിട്ട് കുറച്ചധികം സമയം അവിടെ ഇരിക്കാൻ പറ്റിയെന്ന് വരില്ല. ഓരോരുത്തർക്കും ഓരോ തിരക്കുകളാണ്. അപ്പോൾ ഈ നമ്മളെക്കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. അപ്പോൾ തീർച്ചയായിട്ടും ഭഗവാന്റെ നമുക്കറിയാവുന്ന എല്ലാ നാമങ്ങളും ജപിക്കാം. നാരായണായ നമ, നാരായണ, ഇത് നമുക്ക് ഏത് സമയവും നമ്മുടെ മനസ്സിൽ എപ്പോഴും വേണ്ട ഒരു നാമമാണ് നാരായണ നാമവും നമഃശിവായയും ഒക്കെ. അപ്പോൾ നമുക്ക് ജപിക്കാൻ പറ്റുന്ന അത്രയും നമുക്ക് ജപിക്കുക. ബാക്കിയുള്ള നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യം ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സിൽ ഭഗവാനെ ഓർക്കുക, ഭഗവാന്റെ നാമങ്ങൾ ഓർത്തുകൊണ്ടിരിക്കുക. അമ്പലത്തിൽ പോകാൻ സാധിക്കുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും അമ്പലത്തിൽ പോയി തൊഴുക. ഇനി ഈ ഏകാദശിയെ സംബന്ധിച്ചും രണ്ട് പക്ഷമുണ്ട്. നാളെ വ്രതം എടുക്കുന്ന കൂട്ടരുമുണ്ട്, അഥവാ ശനിയാഴ്ച ഏകാദശി എടുക്കുന്ന ആൾക്കാരുണ്ട്. രണ്ട് വിഭാഗത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നാളെ എടുക്കാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ മറ്റന്നാൾ എടുക്കാവുന്നതാണ്. ഈ ഏകാദശി ചില സമയത്തൊക്കെ ഏകാദശി വ്രതം ഇങ്ങനെ രണ്ട് പക്ഷമായിട്ട് വരാറുണ്ട്. അപ്പോൾ നാളെ എടുക്കാൻ പറ്റുന്നവർക്ക് നാളെ എടുക്കാം, അല്ലെങ്കിൽ മറ്റന്നാൾ എടുക്കാം. അത് ഓരോരുത്തർക്കും എങ്ങനെയാണോ ഏതാണോ സൗകര്യം എന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്യാം. ഇനി 2 ദിവസവും വ്രതം എടുക്കണം ഉള്ള ആൾക്കാരാണെങ്കിൽ 2 ദിവസവും നമുക്ക് വ്രതം എടുത്ത് ഭഗവാന്റെ നാമങ്ങൾ ജപിച്ച് നമ്മുടെ ഒരു എല്ലാവിധത്തിലുള്ള ഐശ്വര്യത്തിന് വേണ്ടിയിട്ടും നമുക്ക് ഭഗവാനോട് പ്രാർത്ഥിക്കാം. ഓരോ വ്രതങ്ങളും നമ്മൾ എടുക്കുന്നത് നമ്മുടെ ഏറ്റവും സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ ഓരോരുത്തർക്കും ഈ വ്രത പുണ്യമൊക്കെ എല്ലാവരിലും എത്തട്ടെ, എല്ലാവർക്കും അതൊക്കെ ലഭിക്കട്ടെ, ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു.